അധ്യായം 53 സൂറത്തുൻ നജ്ം. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 60. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വന്നജ്മി ഇദാ ഹവാ. നക്ഷത്രം തന്നെയാണ് സത്യം, അത് അസ്തമിക്കുമ്പോൾ. മാ ضل صاحبكم وما غوى. നിങ്ങളുടെ കൂട്ടുകാരൻ നബി അറിയാതെ വഴിതെറ്റിയിട്ടില്ല, മനഃപൂർവ്വം സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുമില്ല. വമാ യൻതിഖു അനിൽ ഹവാ. അദ്ദേഹം ദേഹേച്ഛയ്ക്കൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹിയ്, ദിവ്യ സന്ദേശം മാത്രമാണ്. അല്ലമഹു ശദീദുൽ ഖുവാ. വമ്പിച്ച കഴിവുകളുള്ള ഒരാൾ അദ്ദേഹത്തെ അത് പഠിപ്പിച്ചിരിക്കുന്നു. ദൂ മിർറത്തിൻ ഫസ്തവാ. അതെ, തികഞ്ഞ ബുദ്ധിശക്തിയും പ്രാബല്യവുമുള്ള ഒരാൾ, അങ്ങനെ അദ്ദേഹം ശരിക്കും നിലകൊണ്ടു, യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ. അദ്ദേഹം ജിബ്രീൽ സമുന്നത നമോമണ്ഡലത്തിലായ സ്ഥിതിയിൽ. ثم دنا فتدلى. പിന്നീട് അടുത്ത് കൂടുതൽ അടുത്തു വന്നു. فكان قاب قوسين أو أدنى. എന്നിട്ട് രണ്ട് വില്ലിന്റെ അളവിലായി, അല്ലെങ്കിൽ അതിലും കൂടുതൽ അടുപ്പത്തിലായി തീർന്നു. فأوحى إلى عبده ما أوحى. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ ദാസന് ബോധനം നൽകിയതെല്ലാം ബോധനം നൽകി. ما كذب الفؤاد ما رأى. അദ്ദേഹം നബി കണ്ടതിനെ അദ്ദേഹത്തിന്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല. أفتمارونه على ما يرى. എന്നിരിക്കെ താൻ കാണുന്നതിന്റെ പേരിൽ അദ്ദേഹത്തോട് നിങ്ങൾ സംശയിച്ച് തർക്കിക്കുകയാണോ? وَلَقَدْ رَآهُ نَزْلَةً أُخْرَى. തീർച്ചയായും മറ്റൊരു പ്രാവശ്യവും നബി അദ്ദേഹത്തെ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. عند سدرة المنتهى. സിദ്റത്തുൽ മുൻതഹായുടെ അടുത്ത് വെച്ച്. عندها جنة المأوى. അതിനടുത്താണ് ആവാസത്തിന്റെ സ്വർഗം. إذ يغشى السدرة ما يغشى. അതായത് ആ ഇലന്തമരത്തെ ആവരണം ചെയ്തതെല്ലാം ആവരണം ചെയ്തിരുന്നപ്പോൾ. ما زاغ البصر وما طغى. നബിയുടെ കാഴ്ച തെറ്റിയിട്ടില്ല, അത് ക്രമം വിട്ടിട്ടുമില്ല. لقد رأى من آيات ربه الكبرى. തീർച്ചയായും തന്റെ റബ്ബിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പലതും നബി കാണുകയുണ്ടായി. أفرأيتم اللات والعزى. എന്നാൽ ലാത്തയെയും ഉസ്സയെയും കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവ ആരാധിക്കപ്പെടാൻ അർഹമായവയാണോ? ومناة الثالثة الأخرى. മറ്റേ മൂന്നാമത്തെ മനാത്തിനെക്കുറിച്ചും. ألكم الذكر وله الأنثى. നിങ്ങൾക്ക് ആണും അവന് അല്ലാഹുവിന് പെണ്ണുമോ? تلك إذا قسمة ضيزى. അങ്ങനെയാണെങ്കിൽ അത് അനീതിപരമായ ഒരു പങ്കുവെക്കലാണ്. إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى. അത് നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്ത ചില പേരുകൾ മാത്രമാണ്.
അതിനെപ്പറ്റി യാതൊരു ലക്ഷ്യവും അല്ലാഹു ഇറക്കിയിട്ടില്ല. വെറും ഊഹത്തെയും തങ്ങളുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നതിനെയുമല്ലാതെ അവർ ആ മുശ്രിക്കുകൾ പിന്തുടരുന്നില്ല. വാസ്തവത്തിൽ അവർക്ക് തങ്ങളുടെ റബ്ബിൽ നിന്നും സന്മാർഗം വന്നു കിട്ടിയിട്ടുമുണ്ട്, എന്നിട്ടും അവർ അവയെ കൈവിടുന്നില്ല. അതല്ല, മനുഷ്യന് താൻ കൊതിക്കുന്നതെല്ലാം ലഭിക്കണമെന്നുണ്ടോ? എന്നാൽ പരലോകവും ഇഹലോകവും അല്ലാഹുവിന്റേതാണ്. وَكَمْ مِنْ مَلَكٍ فِي السَّمَاوَاتِ لَا تُغْنِي شَفَاعَتُهُمْ شَيْئًا إِلَّا مِنْ بَعْدِ أَنْ يَأْذَنَ اللَّهُ لِمَنْ يَشَاءُ وَيَرْضَى. ആകാശങ്ങളിൽ എത്രയോ മലക്കുകളുണ്ട്. അല്ലാഹു ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്ക് ശുപാർശ ചെയ്യാൻ അവൻ അനുമതി നൽകിയതിനു ശേഷമല്ലാതെ ആ മലക്കുകളുടെ ശുപാർശ ഒട്ടും പ്രയോജനപ്പെടുകയില്ല. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ലയുസമ്മൂനൽ മലായികത തസ്മിയതൽ ഉൻസാ. തീർച്ചയായും പരലോകത്ത് വിശ്വസിക്കാത്തവർ പെണ്ണുങ്ങളുടെ നാമകരണം ചെയ്യുന്നത് പോലെ മലക്കുകൾക്ക് നാമകരണം ചെയ്യുന്നു. വമാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇൻ യത്തബിഊന ഇല്ലാ الظن വഇന്ന الظن ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ. അവർക്ക് അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലതാനും ഊഹത്തെ മാത്രമാണ് അവർ പിന്തുടരുന്നത്. ഊഹമാകട്ടെ സത്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും പ്രയോജനപ്പെടുന്നതേയല്ല. ഫഅഅറിദ് അമ്മൻ തവല്ലാ അൻ ദിക്രിനാ വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയാ. നബിയെ, അതുകൊണ്ട് നമ്മുടെ സ്മരണ വിട്ട് തിരിഞ്ഞു കളയുകയും ഐഹിക ജീവിതം മാത്രം ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരെ താങ്കൾ ഒഴിഞ്ഞു മാറിക്കൊള്ളുക. ذَلِكَ مَبْلَغُهُم مِّنَ الْعِلْمِ إِنَّ رَبَّكَ هُوَ أَعْلَمُ بِمَن ضَلَّ عَن سَبِيلِهِ وَهُوَ أَعْلَمُ بِمَنِ اهْتَدَى. അവരുടെ അറിവിൽ നിന്നുള്ള ആകത്തുകയാണത്. താങ്കളുടെ റബ്ബ് തന്നെയാണ് തന്റെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയവരെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ. സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നവനും അവൻ തന്നെ. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ലിയജ്സിയ അല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയ അല്ലദീന അഹ്സനു ബിൽ ഹുസ്നാ. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. തിന്മ പ്രവർത്തിച്ചവർക്ക് അതിനനുസരിച്ച് പ്രതിഫലം നൽകാനും നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകാനും വേണ്ടിയാണ് സന്മാർഗികളെയും ദുർമാർഗികളെയും അവൻ വേർതിരിച്ചത്. الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى. നന്മ ചെയ്യുന്നവർ വലിയ പാപങ്ങളും നീചവൃത്തികളും ഉപേക്ഷിക്കുന്നവരാണ്. നിസ്സാര തെറ്റുകളൊഴികെ അതും സംഭവിച്ചേക്കാം. താങ്കളുടെ റബ്ബ് വിശാലമായി പാപം പൊറുക്കുന്നവൻ തന്നെയാണ്. ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അവസരത്തിലും നിങ്ങൾ മാതാക്കളുടെ ഉദരങ്ങളിൽ ഗർഭശിശുക്കളായിരുന്നപ്പോഴും എല്ലാം തന്നെ നിങ്ങളെക്കുറിച്ച് ഏറ്റവും അറിയുന്നവനാണവൻ. അതുകൊണ്ട് സ്വന്തത്തെ നിങ്ങൾ പരിശുദ്ധമാക്കി ഉയർത്തി കാണിക്കരുത്. ഭയഭക്തിയുള്ളവനെക്കുറിച്ച് അവൻ ഏറ്റവും അറിയുന്നവനാണ്. എന്നാൽ നബിയെ, പിന്തിരിഞ്ഞു കളഞ്ഞ ഒരാളെ താങ്കൾ കണ്ടുപോ.
അവൻ അല്പം കൊടുക്കുകയും പിന്നെ നിർത്തിക്കളയുകയും ചെയ്തു. أعنده علم الغيب فهو يرى തന്റെ പക്കൽ വല്ല അദൃശ്യ ജ്ഞാനവുമുണ്ടായിട്ട് അതുവഴി അവൻ കണ്ടറിയുന്നുണ്ടോ? أم لم ينبأ بما في صحف موسى അഥവാ മൂസയുടെ ഏടുകളിലുള്ളതിനെപ്പറ്റി അവന് അറിവ് ലഭിച്ചിട്ടില്ലേ? وإبراهيم الذي وفى ബാധ്യതകൾ നിറവേറ്റിയ ഇബ്രാഹീമിന്റെ ഏടുകളിൽ ഉള്ളതിനെപ്പറ്റിയും ألا تزر وازرة وزر أخرى അതായത് കുറ്റം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ കുറ്റം വഹിക്കുകയില്ല എന്ന്. وأن ليس للإنسان إلا ما سعى മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്നും. وأن سعيه سوف يرى തന്റെ പ്രവർത്തനം പിന്നീട് അവന് കാണിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും. ثم يجزاه الجزاء الأوفى പിന്നീട് അവന് അതിന്റെ പരിപൂർണ പ്രതിഫലം നൽകപ്പെടുമെന്നും. وأن إلى ربك المنتهى താങ്കളുടെ റബ്ബിലേക്ക് തന്നെയാണ് എല്ലാം ചെന്നെത്തുന്നത് എന്നും. وأنه هو أضحك وأبكى അവൻ തന്നെയാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നത് എന്നും. وأنه هو أمات وأحيا അവൻ തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നും. وأنه خلق الزوجين الذكر والأنثى അവൻ തന്നെയാണ് ആണ് പെണ്ണ് എന്നീ രണ്ടിണകളെ സൃഷ്ടിച്ചത് എന്നും. من نطفة إذا تمنى ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് അത് ഗർഭാശയത്തിൽ ശ്രവിക്കപ്പെടുമ്പോൾ. وأن عليه النشأة الأخرى അവന്റെ മേൽ തന്നെയാണ് മറ്റേ സൃഷ്ടിക്കലും പുനരുജ്ജീവിപ്പിക്കലും എന്നും. وأنه هو أغنى وأقنى അവൻ തന്നെയാണ് മനുഷ്യനെ ധനികനാക്കുന്നതും ധനത്തിന്റെ സൂക്ഷിപ്പുകാരനാക്കുന്നതും എന്നും. وأنه هو رب الشعرى അവൻ തന്നെയാണ് ശിറ നക്ഷത്രത്തിന്റെ റബ്ബ് എന്നും. وأنه أهلك عادا الأولى അവൻ തന്നെയാണ് ആദ്യ സമുദായമായ ആദ് സമുദായത്തെ നശിപ്പിച്ചതെന്നും. وثمود فما أبقى സമൂദ് സമുദായത്തെയും എന്നിട്ട് അവരിൽ നിന്ന് ആരെയും അവൻ അവശേഷിപ്പിച്ചിട്ടില്ല. وقوم نوح من قبل إنهم كانوا هم أظلم وأطغى അതിനു മുമ്പ് നൂഹിന്റെ ജനതയെയും അവൻ നശിപ്പിച്ചിട്ടുണ്ട്. അവർ ഏറ്റവും അക്രമം ചെയ്തവരും ഏറ്റവും ധിക്കാരം പ്രവർത്തിച്ചവരും തന്നെയായിരുന്നു. والمؤتفكة أهوى കീഴ്മേലായി മറിഞ്ഞുകിടക്കുന്ന ആ രാജ്യത്തെ അവൻ വീഴ്ത്തുകയും ചെയ്തു. فغشاها ما غشا എന്നിട്ട് അതിനെ ആവരണം ചെയ്തതെല്ലാം ആവരണം ചെയ്തു. فبأي آلاء ربك تتمارى എന്നിരിക്കെ മനുഷ്യ തന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെക്കുറിച്ചാണ് നീ സംശയിക്കുന്നത്? هذا نذير من النذر الأولى ഈ നബിയുടെ പൂർവികരായ താക്കീതുകാരിൽപ്പെട്ട ഒരു താക്കീതുകാരനാണ്. أزفت الآزفة ആസന്നമായ ആ സംഭവം ഇതാ അടുത്തു കഴിഞ്ഞു. ليس لها من دون الله كاشفة അള്ളാഹുവിനെ കൂടാതെ അതിനെ തട്ടിയകറ്റുന്ന ഒരു ശക്തിയുമില്ല. أفمن هذا الحديث تعجبون എന്നിരിക്കെ ഈ വാർത്തയെ ഖുർആനെ കുറിച്ചാണോ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത്? وتضحكون ولا تبكون നിങ്ങൾ ചിരിക്കുകയും കരയാതിരിക്കുകയും ചെയ്യുന്നതും. وأنتم سامدون നിങ്ങളാകട്ടെ അശ്രദ്ധരും വിനോദ തൽപരരുമാണ്. فاسجدوا لله واعبدوا
അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയും അവനെ ആരാധിക്കുകയും ചെയ്യുക.